ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ സൻഹാർ ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു ലഞ്ച് ബോക്സ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ലഞ്ച് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിന്ന് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിരിയാണിയും അതിലേക്ക് കറിയായിട്ട് ഞാൻ ഒരു ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ വൈകിട്ടത്തേക്കും കൂടി ആയിട്ടോ. അപ്പോൾ ഞാനായാലും ഹസ്ബൻഡായാലും ഷോപ്പിലേക്ക് പോകും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആകെ തിരക്കാണ് കേട്ടോ. ഞാൻ രാവിലെ വയ്ക്കുന്ന അതേ കറി തന്നെയാണ് ഞങ്ങൾ വൈകിട്ട് ഉപയോഗിക്കുക. വൈകിട്ട് വന്ന് ഇനി വേറൊരു കറി വെക്കാനൊന്നും നമുക്ക് നേരം കിട്ടില്ല കേട്ടോ. ചിലപ്പോൾ നേരം വൈകിട്ടാവും എത്തുക, ഒരുപാട് പണികളുണ്ടാവും പിന്നെ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് എന്നും പറയും ബിരിയാണി ഉണ്ടാക്കി തായോന്ന്. പിന്നെ തലേ ദിവസം നമ്മൾ ബിരിയാണി വെച്ചിട്ട് അത് നേരം വെളുക്കുമ്പോൾ നമ്മൾ കൊടുത്തു വിടുമ്പോൾ കേട് വരുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ നേരം വെളുത്തപ്പോൾ രാവിലെ തന്നെ വേഗം തട്ടിക്കൂട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ മക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞു, എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്താട്ടോ ഞാൻ ചോറ് പാത്രത്തിലാക്കുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ലഞ്ച് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ആക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് മോൻ ഓരോന്ന് വന്നിങ്ങനെ പറയുകയാണ് കേട്ടോ, ഓരോ തമാശകൾ വന്ന് പറയുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓരോന്നിങ്ങനെ വന്ന് പറയുകയാണ് കേട്ടോ. നമുക്കൊക്കെയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു സലാഡും ഇങ്ങനെ ചോറും കോംബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ തൈരിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ സാലഡ് ഉണ്ടാക്കിയിട്ട് അതാണ് കേട്ടോ. മോന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അവന് ഇങ്ങനത്തെ ഒരു സംഭവവും കൂട്ടില്ല. അവന് ചോറ് മാത്രം കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ ചോറിലെങ്ങാനും എന്തെങ്കിലും കൂടുതലായിട്ട് വല്ല ഐറ്റംസ് കൂടുതൽ കൂട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അവൻ കഴിക്കുകയില്ല കേട്ടോ. അങ്ങനെ. അപ്പോൾ ഒരാൾക്ക് പാത്രത്തിൽ അത് കറിയാക്കുന്നുണ്ട്, ഒരാൾ മാത്രം മതിയെന്ന് പറഞ്ഞു. ഓൾറെഡി ഞാൻ ചിക്കൻ ഇട്ടിട്ടാണ് ഇത് റൈസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം അതിൽ അത്യാവശ്യം റൈസിലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മൂത്ത ആൾക്കാണ് ഇപ്പോൾ ഞാൻ കറിയാക്കണത്. അപ്പോൾ അവൾക്ക് മാത്രം കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണെന്ന് വെച്ചാൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്.